എടാ കള്ള, നീയാണല്ലേ എൻ്റെ പിന്നാലെ കൂടി. ഒറ്റയ്ക്കേ ഉള്ളൂ? എന്താ നിൻ്റെ കയ്യിൽ? ഇതെന്തു പറ്റിയാടാ? ഓ, ഞാനൊന്നും ചോദിക്കുന്നില്ല. അപ്പം നീ നിൻ്റെ യക്ഷിയമ്മയെ നേരിട്ട് കണ്ടോ? എങ്ങനെയാ നിൻ്റെ യക്ഷിയമ്മ? മുടിയൊക്കെ അഴിച്ചിട്ട് സുന്ദരിയാണോ? ഇത് നിൻ്റെ യക്ഷിയമ്മയുടേതാണോ? ഓ, ഇനിയെ തന്നെ വിശ്വസിക്കില്ല. ഒരാഴ്ച മനുഷ്യൻ കടന്നു പോയില്ല സാർ. ആളെ വിട്. ഇല്ല സാർ, അന്ധവിശ്വാസം നോക്കി. അന്ധവിശ്വാസം സാർ, എന്തോ തെറ്റ് പറ്റിയോ സാർ? സാർ സാർ അതാരാ മുപ്പ? അത് ഇവിടെ ഇടയ്ക്ക് തേൻ വാങ്ങാൻ പറ്റില്ല സാർ. അല്ല, നീ ഇതെവിടെന്നാ? ഡാക്കിട്ടറെ കാണാൻ പോയതാണ്. ആ അതെ. വേറെ ഒന്നും നീ അയാളോട് പറഞ്ഞിട്ടില്ലല്ലോ? വേറെ എന്തു പറയാൻ? അല്ല, ഇവിടെ നിന്നോടൊപ്പം ഞങ്ങളോ മറ്റോ താമസിക്കുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണേ. എൻ്റെ ഒപ്പയ്ക്ക് ഇങ്ങോട്ട് കയറാൻ പേടിയുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഗുണ്ടകളെ വിട്ട് പൊക്കാൻ പറഞ്ഞാൽ എപ്പം തൂക്കിക്കൊണ്ട് പോയി ചോദിച്ചാൽ മതി. അതൊന്നും പേടിക്കണ്ട, ഞാൻ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാനിവിടെ തനിച്ച് താമസിക്കാമെന്നാണ് മൂപ്പം പറഞ്ഞിട്ടില്ല. എന്നിട്ടാ സാധനം ഇറങ്ങിയെന്ന് പറഞ്ഞാൽ മൂപ്പരെന്താ പറഞ്ഞേ? പ്ലാൻജെറ്റ് അനങ്ങിയെന്ന് ആദ്യം പറഞ്ഞപ്പോൾ അങ്ങേരെ അത് വിശ്വസിച്ചില്ല. അത് വെറും തോന്നലായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അത് അക്ഷരങ്ങളിലേക്ക് അനങ്ങിയെന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ അങ്ങേരെ അത് വിശ്വസിച്ചു. അങ്ങനെ പ്ലാൻജെറ്റ് അനങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നൊരു ശക്തി ഉണ്ടാവുമെന്ന് അങ്ങേര് പറഞ്ഞു. അപ്പോൾ യക്ഷിയുണ്ടെന്ന് അങ്ങേരും വിശ്വസിക്കുന്നുണ്ടല്ലേ? അവിടെ ആ ട്വിസ്റ്റ്. വീജാ ബോർഡ് വെച്ച് വിളിച്ചപ്പോൾ വന്നത് അവിടുത്തെ യക്ഷി തന്നെയാണോ എന്ന് എനിക്ക് ഉറപ്പുണ്ടോന്നാ അങ്ങേര് ചോദിച്ചത്. അങ്ങേരുടെ അഭിപ്രായത്തിൽ ഇപ്പം ഈ ബംഗ്ലാവിലുള്ളത് പഴയ യക്ഷിയൊന്നുമല്ല, വേറെ ഏതോ ദുരാത്മാവാ. അപ്പൊ ഈ യക്ഷി വരാതിരിക്കുന്നുള്ളൂല്ലേ? അതറിയില്ല, വല്ല ആപത്തും വരുന്നതിന് മുമ്പ് രക്ഷപ്പെടാനാ അങ്ങേര് പറഞ്ഞു. ഇതിപ്പോ പ്രേതം പിടിക്കും മുമ്പ് നിങ്ങൾ പേടിച്ചു മരിക്കല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ വല്ല ആന്ധ്രയിലോ കർണാടകയിലോ പോയി വിളിച്ച് താമസിക്കാമെന്ന്. ഇതിപ്പോൾ പപ്പ പിടിക്കുന്നതിന് മുമ്പ് പ്രേതം കൊല്ലുമെന്നുള്ള പേടിയാ. ഇവിടുന്നാണ് അന്നെ യക്ഷി കൽമണ്ഡപത്തിൽ പിടിക്കുകയാണെങ്കിൽ തലമുടിയെങ്കിലും കിട്ടും. കർണാടകത്തിൽ പോയി കഴിഞ്ഞിട്ട് മോനെ ഒന്നും കിട്ടൂല. ആ, കൽമണ്ഡപത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് അവിടെ നിന്ന് ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇത് എന്നാത്ത സാധനോ? ഇതെന്താ? ആ ഉമ്മപ്പെണ്ണിൻ്റെ നോക്കണേ, ഇതോ എന്തൊക്കെയോ കൊത്തി വെച്ചിട്ടുണ്ടല്ലോ. നല്ല പഴക്കം തോന്നുന്നല്ലോ. കാവിലെ ഗന്ധർവന്റെ പാതി മുറിഞ്ഞ പേഴ്സൺ എടുത്ത് കിട്ടിയതാ. മൂപ്പം പറഞ്ഞനുസരിച്ച് ഇതായിരിക്കും പാർത്തം പെരുമാളിൻ്റെ കയ്യിൽ നിന്ന് വീണേ. വള തന്നേ
ഇത് കർക്കിടകവളയല്ല, ഘടകവള. ഇതിനെ 1500 വർഷം പഴക്കം കാണും. കൂടെ ചാത്തന്മാരും കാണും. അതൊന്നും എനിക്കറിയില്ല. നീ ഒരു കാര്യം ചെയ്യും, അതിട്ട് കിടന്നുറങ്ങിക്കോ. ചാത്തന്മാർ കൂടുതലുണ്ട്, യക്ഷി ഒന്നും എൻ്റെ 7 അയലത്ത് വരില്ല. വേറൊരു കാര്യം ചെയ്താലോ, ഈ വള യക്ഷിയുടെ തന്നെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് അവളോട് വീജാ ബോർഡ് വെച്ച് ചോദിച്ചാലോ? എൻ്റെ പൊന്നളിയാ, ഇപ്പോൾ ഉള്ള പ്രേതങ്ങളോട് തന്നെ ഞാൻ സെറ്റായിട്ടുണ്ട്. ഞാൻ പോവാ, എനിക്ക് വയ്യ. എന്നാ പിന്നെ ഞാനും പോവാ. താങ്കളിവിടെ ഹിമവും കൊണ്ട് ആത്മാക്കളോട് സംവദിച്ചിരിക്കും. ഞാനും എൻ്റെ ചാത്തന്മാരും ഒന്ന് ഉറങ്ങട്ടെ. അപ്പം എൻ്റെ മനക്കിലേക്ക് സാധനം ഇതിൽ മൊത്തം ചെളിയാണല്ലോ ചാത്തന്മാരെ. ഒന്ന് വൃത്തിയാക്കാം. യക്ഷി വരുമ്പോൾ തിളങ്ങി നിൽക്കട്ടെ. എന്താടാ, എന്തു പറ്റി? എന്താടാ? ദേ എടാ വള, എൻ്റെ കൈ പൊള്ളിയടാ. പൊള്ളിയോ? എങ്ങനെ? ഞാനിത് തുടച്ച് വൃത്തിയാക്കിയതേ ഉള്ളൂ. അപ്പൊ ഉറപ്പിച്ചോ തമ്പുരാന്റെ വളരുത്? അത് ചാത്തമാരുടെ ശക്തി തുടച്ചു കളയാൻ നോക്കിയതുണ്ടാവും. അത് കത്തി പിടിച്ചത്. ഓരോ കൂടോത്രങ്ങളും പെറുക്കി കൊണ്ടുവന്നോളൂ മനുഷ്യനെ കൊല്ലാൻ. വന്നോ? ഇന്നും ഇത് തന്നെയാണോ? ഇല്ല, മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ ഡിങ്കന്റെ സഹായമില്ലാതെ ഞാനിവിടെ എത്തി. പിന്നെ താൻ പറഞ്ഞിരുന്നല്ലോ അതത്ര നല്ലതല്ലെന്ന്. നല്ല കാര്യം. അപ്പൊ യക്ഷി പറഞ്ഞാലും കേൾക്കും അല്ലേ? ആട്ടെ, താൻ തന്റെ ഡോക്ടറെ കണ്ടോ? എന്തു പറഞ്ഞു അങ്ങേര്? തൻ്റെ കാര്യം ഞാൻ വിശദമായി പറഞ്ഞു. തനിക്കെന്താ ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റാത്തതെന്ന് അറിയണമെങ്കിൽ തൻ്റെ കഥ മുഴുവനായും പറയണമെന്ന് അങ്ങേര് പറഞ്ഞു. ഞാനേ ഒരു കഥയില്ലാത്തവള്, എനിക്കെന്ത് കഥ? ബെസ്റ്റ്. ഈ കാട്ടിൽ കാല് കുത്തിയപ്പോൾ മുതലേ കേൾക്കാൻ തുടങ്ങിയതാ തൻ്റെ കഥകൾ. എന്നിട്ടാണോ തനിക്കിപ്പോൾ കഥയ്ക്ക് പഞ്ഞം? എടോ, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ തന്നെ പോലെ പൊറോട്ടയും ബീഫും കഴിച്ച് നടന്നിരുന്ന ഒരു ടിപ്പിക്കൽ മലയാളിയായിരുന്നു ഞാനും. മരിച്ചു പ്രേതായപ്പോൾ ഇതാ ഇവിടെ കിടക്കുന്നു. എന്താണെന്നോ ഏതാണെന്നോ അറിയാതെ ഇനി ഞാനാണോ കഥ പറയാൻ പോകുന്നത്? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. താൻ എത്രയോ കാലങ്ങൾക്ക് മുമ്പേ കാട്ടിലുണ്ടായിരുന്നു എന്നാണല്ലോ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് താനല്ലേ? താൻ എന്തൊക്കെയാടോ ഈ പിച്ചും പേയും പറയുന്നത്? ഒരേ ഒരു കാര്യം, പണ്ട് ഈ കാട്ടിലൂടെ നടന്നു പോകുന്നവരെ പിടിച്ചു കൊണ്ടുപോയി കൊന്ന് അവരുടെ പല്ലും നഖവും എടുത്ത് കൽമണ്ഡപത്ത് കൊണ്ടിടുന്ന യക്ഷി അത് താനല്ലേ? അയ്യോ, എനിക്കെന്തിനാ നാട്ടുകാരുടെ പല്ലും മുടിയും? അപ്പോൾ ഗന്ധർവന്റെ കാമുകി പാർത്ഥം പെരുമാളിനെയും കൊണ്ട് പറഞ്ഞ യക്ഷി താനല്ലേ? അതേത് യക്ഷി? ഞാനറിയാതെ വേറൊരു യക്ഷിയുണ്ടോ അവിടെ? അപ്പം പടിഞ്ഞാറ്റയിലുള്ള കുഞ്ഞിൻ്റെ തലയോട്ടിൽ തളച്ചിരിക്കുന്ന ആരെയാ? തലയോട്ടി തളച്ച തന്റെ കുഞ്ഞമ്മേ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ശരി 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 ശരി, ഇനി ഞാനൊന്നും പറയുന്നില്ല. താൻ തൻ്റെ കഥ പറ. താൻ എങ്ങനെ ഇവിടെ എത്തി? എങ്ങനെ താൻ മരിച്ചേ? എടോ, അതെനിക്ക് അറിയില്ല. എങ്ങനെ മരിച്ചതെന്നും എനിക്കറിയില്ല. തനിക്ക് തൻ്റെ ലൈഫിൽ അവസാനമായി ഓർമ്മയുള്ളത് എന്താ? അത് പറ. ആരോ എൻ്റെ തലക്കടിച്ചത് ഓർമ്മയുണ്ട്, വേറൊന്നും. അപ്പോൾ അതിന് മുമ്പുണ്ടായ കാര്യങ്ങൾ ഓർത്തു പറ. അതിനു മുൻപ് സൈക്കോളജി പഠിക്കാനായി നാട്ടിൽ നിന്ന് എറണാകുളത്ത് എത്തിയതാണ് ഞാൻ. വേറെ വരുമാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പാർട്ട് ടൈമായി ജോലി അന്വേഷിക്കുകയായിരുന്നു. അപ്പോഴാണ് കൊച്ചിയിലെ ഒരു വലിയ ഹോട്ടലിലേക്ക് റിസപ്ഷനിസ്റ്റിൻ്റെ വേക്കൻസി ഉണ്ടെന്ന് ഒരു കൂട്ടുകാരി പറഞ്ഞത്. നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ അതിന് അപ്ലൈ ചെയ്തു. പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം രാത്രി ബോറടിച്ചിരുന്നപ്പോൾ വെറുതെ സിസ്റ്റമൊക്കെ ഒന്ന് നോക്കി. അതിനുള്ളിൽ ഞാനൊരു കാഴ്ച കണ്ടു. അവിടെ താമസിച്ച പലരുടെയും കിടപ്പറ രഹസ്യങ്ങൾ വീഡിയോകളായി അതിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം എനിക്കൊരു ഷോക്കാണ് ഉണ്ടായത്. പിന്നെ എവിടുന്ന് ഒരു ധൈര്യം വന്നു. അത് കോപ്പി ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. പക്ഷേ അവിടുത്തെ മാനേജ്മെൻറ്റ് അറിഞ്ഞുകൊണ്ടാണോ അത് സംഭവിക്കുന്നതെന്ന് എനിക്കറിയണമായിരുന്നു. ഞാൻ മാനേജറെ നേരിട്ട് കണ്ട് കാര്യം അന്വേഷിച്ചു.
പക്ഷേ അങ്ങനെയൊന്നും ആദ്യമായി കേൾക്കുന്ന പോലെയായിരുന്നു അയാളുടെ ഭാവം. പുറത്തു പറയരുത്, വേണ്ട കാര്യങ്ങൾ ചെയ്തോളാം എന്ന് അയാൾ ഉറപ്പ് പറഞ്ഞപ്പോൾ ഞാൻ പെൻഡ്രൈവ് അയാൾക്ക് കൊടുത്തു. പക്ഷേ പിറ്റേന്ന് രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ ഒരു വാൻ എന്നെ ഫോളോ ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് ഉറപ്പായി അയാളും അതിൻ്റെ ഭാഗമാണെന്ന്. പിറകിൽ നിന്ന് ആരോ എൻ്റെ മുഖം പൊത്തി. അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അവരായിരിക്കാം എന്നെ പിടിച്ചുകൊണ്ട് പോയത്. കണ്ണു തുറന്നപ്പോൾ എന്നെ കുറേ പേർ കെട്ടിയിട്ടിരിക്കുന്നു. അവിടെ നിന്നാണ് ആരോ എൻ്റെ തലക്കടിച്ചത്. അപ്പോൾ ആ ഹോട്ടൽ മാനേജ്മെൻറ്റാ തന്നെ ഈ കോലത്തിലാക്കിയത്? ഇപ്പോൾ ഞാനങ്ങനെ വിശ്വസിക്കുന്നു. തനിക്ക് റിവഞ്ച് ചെയ്യാൻ തോന്നുന്നുണ്ടോ? എൻ്റെ പൊന്നു സുഹൃത്തെ, ഇപ്പോൾ മനസ്സമാധാനമുണ്ട്. എവിടെയോ തലക്കടി കൊണ്ട് മരിച്ച താനെങ്ങനെയാ ഈ കാട്ടിലെ ബംഗ്ലാവിലെത്തിയത്? ഞാനും അതന്നെ മാസങ്ങളായിട്ട് ആലോചിക്കുന്നത്. താൻ പറഞ്ഞ കഥയനുസരിച്ച് താൻ ഇവിടെ എത്തിയിട്ട് ഏതാണ്ട് മാസങ്ങളെ ആവുന്നുള്ളൂ. അപ്പോൾ പടിഞ്ഞാറ്റെ തളിച്ചിട്ട് യക്ഷിയേതാ? ഇനി മൂപ്പൻ തള്ളിയതായിരിക്കും. ഓ, അയാളാണോ പറഞ്ഞേ പടിഞ്ഞാറ്റയിൽ യക്ഷിയുണ്ടെന്ന്? എടോ, യക്ഷി ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാ അയാൾ ചാക്കേട്ടും കൊണ്ട് മാസം അതിനകത്ത് കയറി വാതിലടയ്ക്കുന്നേ? മൂപ്പ പടിഞ്ഞാറ്റയിലോ? പടിഞ്ഞാറ്റയിൽ ഇപ്പോൾ മൂപ്പനാണോ തുരപ്പനാണോന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതിനകത്ത് കയറാറുണ്ട്. അപ്പോൾ ഈ ബംഗ്ലാവിനകത്ത് അയാൾ കയറാറില്ലെന്ന് പറഞ്ഞത് കള്ളമായിരുന്നല്ലേ? അയാൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെയൊക്കെ വരാറുണ്ട്. ഇവിടെയൊക്കെ വൃത്തിയാക്കിയിടാറുമുണ്ട്. അപ്പോൾ യക്ഷിയല്ലേ ഇവിടെ വൃത്തിയാക്കുന്നത്? ഞാനോ? പിന്നെ എനിക്ക് വട്ടല്ലേ. ജീവിച്ചിരുന്നപ്പോൾ ചൂല് കൈകൊണ്ട് തൊട്ടിട്ടില്ല. പിന്നെയല്ലേ ഈ അണ്ടകടാഹം പോലത്തെ ബംഗ്ലാവ് അടിച്ചു പൊടിച്ചിടുന്നത്. തനിക്ക് ന്യൂ ജനറേഷൻ പെമ്പിള്ളേരെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല അല്ലേ? മൂപ്പം നിങ്ങൾ നന്നായിട്ട് ലാമ്പിയം ഇട്ടുണ്ടല്ലോ. എന്നാ ഒരു കാര്യം കൂടി പറയട്ടെ, അങ്ങേർക്കിവിടെ വേറൊരു ബിസിനസ് കൂടി ഉണ്ട്. എന്താ? അയാളിവിടെ ചില അതിഥികളെ കൊണ്ടുവരാറുണ്ട്. അതിഥികളോ? ഒരിക്കലാരോ ഉറക്കെ കരയുന്ന ശബ്ദം കേട്ടാ ഞാൻ താഴേക്ക് ചെന്നത്. നോക്കുമ്പോൾ ഒരു ആചാനബാഹു ഒരു പെണ്ണിനെ വലിച്ചുകൊണ്ട് മുകളിലേക്ക് വന്നു. ആ പെണ്ണിൻ്റെ കൂടെ ഒരു കുഞ്ഞുണ്ടായിരുന്നു. സംഗതി മോറൽ ട്രാഫിക്കാണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ അപ്പുറത്തേക്ക് മാറി. ഓ, ആ വൈജയന്തിയും കുഞ്ഞും. അവൻ തന്നെ കണ്ടുവന്ന് കാട് മുഴുവൻ പറഞ്ഞേക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാണല്ലേ കാര്യം? കാര്യം അത്ര സിമ്പിളല്ല. വാതിലടയ്ക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും വിചാരിച്ചില്ല. സ്വാഭാവികമാണല്ലോ. പക്ഷേ ആ പയ്യൻ്റെ കരച്ചിൽ കേട്ടപ്പോഴാണ്. അതെന്താ സംഭവം? ഞാൻ കരുതിയതുപോലെ ആയിരുന്നില്ല കാര്യങ്ങൾ നടന്നത്. അവളെ വലിച്ചഴിച്ച് മുകളിലേക്ക് കൊണ്ടുപോയ അയാൾ അവളെ ഒരു മുറിയിലേക്ക് തള്ളിയിട്ട് വാതിലടച്ചു. എന്നിട്ട് ആ കുഞ്ഞിനെ കടന്നു പിടിച്ചു. ആ പിഞ്ചു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ഓടിച്ചെന്നപ്പോൾ ഞാൻ കണ്ടത് ആ വൃത്തികെട്ട മനുഷ്യൻ്റെ മുന്നിൽ ഭയന്ന് വിറച്ച് നിൽക്കുന്ന അവനെയാ. അയാൾക്ക് ആ പെണ്ണിനെ ആയിരുന്നില്ല വേണ്ടിയിരുന്നത്, ആ കുഞ്ഞിനെ ആയിരുന്നു.